നമസ്കാരം. ഞാൻ സുകുമാരി, ആസ്ട്രോ സർവീസ് ഓൺലൈൻ ഗ്രൂപ്പിന് വേണ്ടിയിട്ട്. ഇന്നത്തെ വിഷയം നവഗ്രഹ ദോഷശാന്തിയെ പറ്റിയാണ്. അതായത് പൂർവജന്മത്തിൽ ഒരുവൻ ചെയ്ത പുണ്യ പാപങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിനായി ഒരു ജന്മം ഉണ്ടാകുന്നു എന്നാണ് സങ്കല്പം. ഒരു ജന്മത്തിൽ മനുഷ്യ ആത്മാവിന് അനുഭവിക്കേണ്ട ഫലങ്ങളുടെ സൂചന നൽകാൻ പര്യാപ്തമായ വിധത്തിൽ ഗ്രഹങ്ങൾ ജനന സമയത്ത് ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ സൽഫലങ്ങളെയും അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ അനിഷ്ടഫലത്തെയും നൽകുന്നു. അതുകൊണ്ടാണ് സമർത്ഥനായ ഒരു ജ്യോതിഷിക്ക് ഒരുവന്റെ ജനനസമയത്തെ ഗ്രഹനില അടിസ്ഥാനമാക്കി ഫലം പ്രവചിക്കുവാൻ കഴിയുന്നത്. ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന അനിഷ്ടഫലങ്ങൾ അനുഭവിക്കുക അനിവാര്യമത്രേ. എന്നാൽ ഗ്രഹങ്ങൾക്ക് അനുകൂലമായ മന്ത്രജപ, മണിധാരണ, ഹോമദാനാദികളെ കൊണ്ട് ദോഷഫലങ്ങൾ ലഘൂകരിക്കാം എന്ന് ജ്യോതിശാസ്ത്രം അനുശാസിക്കുന്നു. ദേവന്മാരെയും ബ്രാഹ്മണന്മാരെയും വന്ദിക്കുന്നതുകൊണ്ടും ഗുരുക്കന്മാരുടെ വാക്കുകൾ അനുസരിക്കുന്നത് കൊണ്ടും സജ്ജന സമ്പർക്കം കൊണ്ടും ഹോമം കൊണ്ടും യാഗം ചെയ്യുന്നത് കാണുന്നത് കൊണ്ടും നിർമ്മലമായ മനോഭാവം കൊണ്ടും ജപം കൊണ്ടും ദാനം കൊണ്ടും ഗ്രഹങ്ങൾ മനുഷ്യനെ പീഡിപ്പിക്കുന്നില്ല. വിധിപ്രകാരം ഗ്രഹശാന്തി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ക്ലേശ അനുഭവങ്ങൾ കുറയുന്നു. ഇതിന് കാരണമായി ജ്യോതിശാസ്ത്രം പറയുന്ന കാരണങ്ങൾ ഇപ്രകാരമാണ്. അതായത് 1 സർപ്പകോപം, 2 ധർമ്മദേവതാകോപം, 3 ദേവകോപം, 4 പിതൃകോപം, 5 ഗുരുജന ശാപം, 6 ബ്രാഹ്മണ ശാപം, പ്രേതബാധ, വിഷാഭിചാര ഹിംസാദികൾ. സമർത്ഥനായ ഒരു ദൈവജ്ഞന് ക്ലേശാനുഭവങ്ങൾക്കുള്ള കാരണങ്ങൾ ഇവയിൽ ഏതാണെന്ന് ജാതകത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി ഈ നവഗ്രഹ ശാന്തിക്ക് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ പറ്റിയാണ്. അതായത് ഗ്രഹശാന്തികരങ്ങളായ ഔഷധങ്ങളെ കൊണ്ട് സ്നാനം ചെയ്യുക, പുണ്യ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുക, ഗ്രഹങ്ങൾക്കും ഉള്ള ഓരോ മന്ത്രം എഴുതിയ യന്ത്രം ശരീരത്തിൽ ധരിക്കുക, ഓരോ ഗ്രഹത്തിനും വിധിച്ചിട്ടുള്ള നിറമുള്ള വസ്ത്രം ധരിക്കുക, ഓരോ ഗ്രഹത്തിനും വിധിച്ചിട്ടുള്ള പുഷ്പങ്ങളെ കൊണ്ട് ആ ഗ്രഹങ്ങളെ പൂജിക്കുകയും പ്രസാദമായി പുഷ്പങ്ങൾ ധരിക്കുകയും ചെയ്യുക. ഇനി അതാത് ഗ്രഹങ്ങളുടെ ദുർബല ഗ്രഹത്തെയും ശക്തിപ്പെടുത്തുന്നതിനായി, അനുകൂല ഗ്രഹത്തെയും ദുർബല ഗ്രഹത്തെയും ശക്തിപ്പെടുത്തുന്നതിനായി രത്നധാരണം ചെയ്യാം. അതാത് ലോഹങ്ങളിൽ, ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ലോഹങ്ങളിൽ മോതിരമോ ആഭരണമോ ഉണ്ടാക്കി ധരിക്കാം. ഇനി ഗ്രഹപൂജയും നവഗ്രഹ പൂജയും മന്ത്രജപവും പിന്നെ ദാനം ചെയ്യുക. ഓരോ ഗ്രഹത്തിനും പറഞ്ഞിട്ടുള്ള ധാതു, ധാന്യം, വസ്ത്രം, മൃഗങ്ങൾ ഇവയെ ദാനം ചെയ്യുക. ഹോമങ്ങൾ, അതായത് ഓരോ ഗ്രഹത്തിനും വിധിച്ചിട്ടുള്ള ഹോമങ്ങൾ ശമത മന്ത്രോച്ചാരണ സമേതം അഗ്നിയിൽ ഹോമിക്കാം. ഗ്രഹാദി ദേവതകളുടെ ഭജനം, ഓരോ ഗ്രഹത്തിനും പറഞ്ഞിട്ടുള്ള ദേവതയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ചെന്ന് ഭജിക്കുക. ശാന്തി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശരീരശുദ്ധി, മനഃശുദ്ധി, പൂർണ്ണ വിശ്വാസം, ശ്രദ്ധ, ഭക്തി, സമർപ്പണഭാവം ഇവ അത്യാവശ്യമാണ്. മന്ത്രജപം തുടങ്ങുന്നതിന് മുമ്പ് ഗുരുമുഖത്ത് നിന്ന് മന്ത്രോപദേശം തേടിയിരിക്കണം. പൂജാവിധിയും സ്തോത്രപാഠവും ഗുരുമുഖത്ത് നിന്നോ സ്വാത്വികനായ ഗ്രഹസ്ഥനിൽ നിന്നോ നേടിയിരിക്കണം. നന്ദി, നമസ്കാരം.